സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് തരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 കാർഡുകൾ എടുത്തുകൊണ്ട് ഇന്നത്തെ സന്ദേശം നോക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കറണ്ട് എനർജി തന്നെയാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ഗൈഡൻസ്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഔട്ട്കം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ കറണ്ട് എനർജി എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ടോക്സിക് വിച്ചസ് എന്ന് പറയുന്ന കാർഡാണ്. ടോക്സിക് വിച്ചസ് എന്ന് പറയുന്ന നമ്പർ 13 എന്ന് പറയുന്ന കാർഡാണ്. അതായത് അനാവശ്യമായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ആളുകളെയാണ് ടോക്സിക് വിച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പക്ഷേ ഇങ്ങനത്തെ ചില വ്യക്തികളെ നിങ്ങൾ കണ്ടുപിട്ടാൻ സാധ്യതയുണ്ട്. അതായത് നമ്മളെ വേദനിച്ച് കാണണം എന്നാഗ്രഹിച്ച് നമ്മളോട് സ്നേഹം നടിക്കുകയും അതേസമയം നമ്മുടെ വേദനയിൽ സന്തോഷിക്കുന്ന ആളുകളെ കണ്ടുപിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ടോക്സിക് വിച്ചസ് എന്ന് പറയുന്ന ആദ്യത്തെ കാർഡ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആളുകളിൽ നിന്ന് കാണുകയാണെങ്കിൽ മാറി നടക്കണം. 2 എന്ന് പറയുന്നത് എന്താണ് ഇന്നത്തെ ഗൈഡൻസ് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള കാർഡാണ്. അപ്പോൾ ക്വീൻ എന്ന് പറയുന്നത് ധനത്തിൻ്റെ കാർഡാണ്. പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ക്വീൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ കാർഡാണ്. പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ധനത്തിൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ട റിസോഴ്സുകൾ യൂണിവേഴ്സ് നമുക്ക് തരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള റിസോഴ്സുകൾ അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇന്നത്തെ അന്വേഷിച്ചാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. മൂന്നാമത്തത് എന്ത് ഔട്ട്കമിന് നാം ഇന്ന് ശ്രമിക്കണം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 2 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. 2 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് എന്ന് പറയുന്നത് എങ്ങോട്ട് പോകണം എന്ന് അറിയാതെ നിൽക്കുന്ന ഒരാളെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അറിയാതെ നിൽക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ചിന്തിച്ചിട്ടാണ്. അനാലിസിസ് പാരാലിസിസ് എന്ന് പറയും. അതായത് അങ്ങനെ ചിന്തിച്ചാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും. അപ്പോൾ ഇന്ന് നാം ചിന്തിക്കേണ്ടത് കുറേ നാളായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നു, അതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് 2 വള്ളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വള്ളം ചൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഒരു തീരുമാനം എടുക്കും എന്നുള്ളൊരു സന്ദേശമാണ് ഇന്ന് യൂണിവേഴ്സ് തരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ താങ്കളുടെ ഒരു ഡെയിലി ഗൈഡൻസ് എന്ന് പറയുന്നത്. ഐ വിഷ് എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.